സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുമെന്നും ഇനിയുള്ള കാലം രാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്നും ജനനായകൻ തന്റെ അവസാന ചിത്രമാണെന്നും ദളപതി വിജയ് തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ നിരവധി വിമർശനങ്ങളും വിവാദങ്ങളും വന്നതിനാൽ ജനനായകൻ സിനിമയ്ക്ക് ലാഭം ലഭിച്ചില്ലെങ്കിൽ വിജയ് ഒരു ചിത്രത്തിൽ കൂടെ അഭിനയിച്ചേക്കുമെന്നാണ് സൂചന. ജനനായകൻ തിയേറ്റർ കളക്ഷൻ ലഭിക്കാതെ നഷ്ടത്തിലായാൽ നിർമ്മാതാക്കളെ സാമ്പത്തികമായി സഹായിക്കാനാണ് ഈ നീക്കം. സെൻസർ ബോർഡ് കുരുക്കിലകപ്പെട്ട ജനനായകൻ അടുത്തിടെ ഇന്റർനെറ്റിൽ ചോർന്നിരുന്നു. മെയ് പകുതിയോടെ ചിത്രം തിയേറ്ററിലെത്തിക്കാനാണ് നീക്കം. എന്നാൽ കളക്ഷൻ നേടാനായില്ലെങ്കിൽ ഇതേ നിർമ്മാതാവിന് തന്നെ വിജയ് ഡേറ്റ് നൽകി അഭിനയിച്ചേക്കും. ചിത്രത്തിന്റെ അന്തിമ കളക്ഷൻ എത്രയെന്ന് മനസ്സിലായ ശേഷമേ തുടർന്ന് അഭിനയിക്കുന്ന കാര്യത്തിൽ വിജയ് അന്തിമ തീരുമാനം എടുക്കൂ. പൊങ്കൽ ആഘോഷത്തിന്റെ ഭാഗമായി ജനുവരി 13-ന് ജനനായകൻ റിലീസ് ചെയ്യാനായിരുന്നു തീരുമാനം. എന്നാൽ അതിനിടയിൽ സെൻസർ കുരുക്കിൽ അകപ്പെടുകയായിരുന്നു. സെൻസർ ബോർഡ് റീവൈസിംഗ് കമ്മിറ്റി വീണ്ടും സിനിമ കണ്ടുവെങ്കിലും സെൻസർ സർട്ടിഫിക്കറ്റ് ഇതുവരെ നൽകിയിട്ടില്ല. വിജയുടെ പാർട്ടിയായ ടിവികെ രാഷ്ട്രീയത്തിൽ സജീവമായതിനാൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ചതിന് ശേഷം മാത്രമേ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ.